നമസ്കാരം. ഇംഗ്ലണ്ട് അങ്ങനെ കടന്നുകൂടി, കോങ്കോ ഒന്ന് വിറപ്പിച്ചു. പക്ഷെ അവസാന നിമിഷം ഹാരി കെയ്ൻ അല്ലേ, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മധുരക്കരിമ്പാണ്, ഷുഗർ കെയിനാണ് ഹാരി കെയ്ൻ, ഒരു സംശയമില്ല. കാരണം പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടുന്നത്. ക്യാപ്റ്റൻ എന്താണെന്ന് ഒരിക്കൽ കൂടി നോക്കുകയാണ്. നമ്മൾ കളി വിലയിരുത്തുന്നില്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് ഹാരി കെയ്ൻ എന്ന് പറയുന്ന പ്ലെയർ അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ എന്താണ് ഹാരി കെയ്നെ കുറിച്ച് ഹരിക്ക് എന്ത് പറയാനുണ്ട്? ബെസ്റ്റ് നമ്പർ 9 റൈറ്റ് നൗ, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിമനോഹരമായ ഒരു പെർഫോമൻസ് ആണ് ഗെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ക്യാപ്റ്റൻ എങ്ങനെ ഒരു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ഹാരി കെയ്ൻ കൃത്യമായി കാണിച്ചു തരുന്നു. 2 അതിമനോഹരമായ ഗോളുകൾ. അതൊരു രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിൻ്റെ ബ്രില്യൻസ് ആണ്. ആ ഒരു കൺജസ്റ്റഡ് സ്പേസിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായ സ്പേസ് ഉണ്ടാക്കിയെടുത്ത് ആ ബോൾ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ക്വാളിറ്റിയാണ്. അപ്പോൾ ഹാരി കെയ്ൻ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഇംഗ്ലണ്ടിനായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിലേറി തന്നെയാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ നിർണായകമായ 2 മാറ്റങ്ങൾ കൊണ്ടുവന്ന തുഷേലിനെയും പറയണം. ആൻ്റണി ഗോർഡൻ ആ താരമാണ് 2 അസിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് എനിക്ക് തോന്നുന്നു കോങ്കോയ്ക്ക് മുന്നിൽ നന്നായി വേർത്തു. പക്ഷേ അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ കളി മതിയാവില്ല, കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഹാരി കെയ്ൻ്റെ തോളിലേറി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഹരി ഒരു കാര്യം ചോദിച്ചോട്ടെ, ആഞ്ചലോട്ടിയെ തുഷേൽ കോപ്പി അടിച്ചതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പരിശീലകർക്ക് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാവും. എല്ലാ പരിശീലകർക്കും അവരുടേതായ ടാക്ടിക്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവരുടെ ബെഞ്ചിൽ പ്ലേയിങ് 11 കളിക്കുന്ന താരങ്ങളെക്കാൾ ക്വാളിറ്റിയുള്ള താരങ്ങൾ ബെഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ മഡ്വേക്കയ്ക്ക് പകരമാണ് ബുക്കായോ സാക്ക വരുന്നത്. ഒപ്പം തന്നെ ഗോർഡൻ വരുന്നത് ആവട്ടെ റാഷ്ഫോർഡിന് പകരമാണ്. അപ്പോൾ അവർക്ക് അവിടെ തുഹേലിന് അത്ര വലിയ പാടുള്ള ഡിസിഷനല്ല. കാരണം പകരക്കാരായി വരുന്നതും അവരെക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള താരങ്ങളാണ്. ആൻസലോട്ടി പക്ഷേ കുറച്ചും കൂടെ പ്രഷർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആൻസലോട്ടി നമ്മൾ സ്ഥിരം കാണുന്ന ആൻസലോട്ടിയുടെ ഈ ഒരു സാധനം നമ്മൾ റയൽ മാഡ്രിഡിനൊപ്പം ആണെങ്കിലും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് എക്സ്ട്രാ ടൈം ഒന്നും ഒരു പ്രശ്നമല്ല, പ്രഷറൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടും തുഷയിലും ഇന്ന് കുറച്ച് പ്രഷറിലായും തോന്നുന്നു. ഹാരി കെയ്ൻ ഒരു ഇതുണ്ട്, അതായത് 12ാമത്തെ ഗോളാണ് വേൾഡ് കപ്പിൽ സാക്ഷാൽ പെലെയുടെ ഒപ്പം എത്തി ഹാരി കെയ്ൻ. അതായത് അതിന് മുന്നത്തെ മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ഓൾ ടൈം ടോപ്പ് സ്കോററായി, ഇപ്പോ സാക്ഷാൽ പെലെയുടെ ഒപ്പം എത്തി. അതെ, ക്യാപ്റ്റനാണ്. ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ എന്തായാലും ഇംഗ്ലണ്ട് ക്വാളിറ്റി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതായത് ബെഞ്ചിൽ നിന്ന് വന്നാലും ആ പ്ലേയേഴ്സ് എന്ത് കാണിക്കും എന്നുള്ളത് അത് കോങ്കോയ്ക്ക് പ്രഷറായി. അത് കോങ്കോ ആ പ്രഷറിൽ വീണു. ഹാരി കെയ്ൻ ഡെസ്കിലിരുന്ന് ഫഹീം ചൊമ്രവട്ട നമ്മളെ വേൾഡ് കപ്പ് ഡെസ്കിൽ ഈ കളി മൊത്തം ഇരുന്ന് കണ്ടതാണ്. അപ്പൊ ഇന്ന് കോങ്കോയുടെ ഗോൾ കീപ്പറെ നമ്മള് പ്രത്യേകം നേരത്തെയും പരിചയമുണ്ട്. ഗോൾ കീപ്പർ ലയണൽ പകുതി ലയണൽ ആയതുകൊണ്ട് തന്നെ ലയണൽ എംബാസി ഗംഭീര സേവുകളായിരുന്നു. ഇന്നും അതേപോലെ തന്നെ ആയിരുന്നു. അന്ന് പിന്നെ മെക്സിക്കോക്ക് ആർക്കെതിരായിരുന്നു? മെക്സിക്കോ എതിരാണ് പുള്ളി നല്ല പ്രകടനം കൊളംബിയ അന്ന് ഒരു 4 ഷോട്ടുകൾ, കോളം നിറച്ച 4 ഷോട്ടുകൾ തടഞ്ഞിട്ട വ്യക്തിയാണ് ഈ എംബാസി എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഹാരി കെയ്നെ കുറിച്ച് പറയുമ്പോൾ ഹാരി കെയ്നും ഇംഗ്ലണ്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊക്കെ തന്നെയാണ്. കാരണം കോങ്കോക്കെതിരെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് ഒരു നമ്മൾ ഏകപക്ഷീയമായൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ കോങ്കോ ഗംഭീരമായിട്ട് കളിച്ചു എന്നതാണ്. ഗംഭീരമായി വെച്ചാൽ ആ ഒരു പിന്നെ അവർക്ക് അത് മിസ്സായി. ഒരു അട്ടിമറിക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അട്ടിമറി മണത്തിരുന്നു. എന്തുകൊണ്ടൊക്കെയോ അതങ്ങ് അകന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളിപ്പോ കെയ്ന്റെ കാര്യവും അതോടൊപ്പം തന്നെ എംബാസിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഷർഫ് വേറൊരാളെ ശ്രദ്ധിച്ചത് ആരാന്നറിയോ? മുത്തുസ്വാമി. ഷർഫ് ഫാനായി പോയെന്നാ പറഞ്ഞു. അങ്ങനെ മുത്തുസ്വാമിയുടെ ഒരു പ്രകടനം. മുത്തുസ്വാമി ഒന്ന് നമ്മുടെ തമിഴ്നാട്ടുകാരനാണ്, നാടാണ്. പിന്നെ മുത്തുസ്വാമിയുടെ പ്രകടനം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലും പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത് മുത്തുസ്വാമിയുടെ പ്രകടനം. അതിനുശേഷം ഇപ്പൊ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവിലേക്കും പിന്നെ അറ്റാക്കിലും രണ്ടിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരുപോലെ. അപ്പോൾ ഇത്തരത്തിൽ മിഡിൽ കളിക്കുന്ന ഒരു മികച്ച പ്ലെയർ, ആ പ്ലെയറിന്റെ പെർഫോമൻസ് തന്നെയാണ് കൂടുതലും ആ ഒരു കളി കോങ്കോക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുപോകാനും മനസ്സിലെന്താ വിചാരിക്കുന്ന അറിയോ? നിനക്കുള്ള പണി പുറത്തിറങ്ങിയിട്ട് വരാം. അതല്ല, ഇവിടെ കളി ഞങ്ങൾ ഒരുമിച്ച് കളി കാണുമ്പോഴേ മുത്തുസ്വാമിയുടെ കാലിൽ പന്ത് വരുന്ന സമയത്ത് ഷറഫുദ്ദീൻ എക്സ്ട്രാ കൈയടിക്കുന്നുണ്ട്. ആദ്യത്തെ 20 മിനിറ്റും നിങ്ങൾ കളി നോക്കിയാൽ അറിയാം. ഈ പറഞ്ഞ ഹാരി കെയ്ൻ ഉൾപ്പെടെയുള്ള ആളുകളെ ശരിക്കും പറഞ്ഞ് പൂട്ടുക ചെയ്തിട്ടുള്ളത് മുത്തുസ്വാമി ചില്ലറക്കാരനല്ല, മുത്താണ്. കോങ്കോയെ സംബന്ധിച്ച് മുത്തുസ്വാമി മുത്താണ്.
മുത്തുസ്വാമി ചില്ലറക്കാരനായിട്ട് കാണണ്ട. അല്ലല്ല അദ്ദേഹം ഗംഭീരമായിട്ട് അതെ, അതെ. അധ്വാനിച്ച് കളിക്കുന്നുണ്ട്. അല്ല, ഒരു ഇന്ത്യൻ വംശജൻ നമുക്ക് ലോകകപ്പിൽ കളിക്കാന്ന് പറയുന്നതൊക്കെ നമുക്ക് വലിയ അഭിമാനമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ കാണുമ്പോൾ നമ്മൾ മുത്തുസ്വാമിനെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ മുത്തുസ്വാമിനെ നമ്മൾ സ്പെഷ്യലായിട്ടൊന്ന് നോക്കും. അപ്പോൾ ആരാ പറഞ്ഞത് നമ്മളെ ഇന്ത്യക്കാർക്ക് 90 മിനിറ്റ് കളിക്കാൻ? അതെ, തീർച്ചയായും. ഒരു പ്രത്യേകിച്ച് ആ മുടിയൊക്കെ വളർത്തി നിൽക്കുന്നതുകൊണ്ട് ടി വിയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയണം, പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ എടുത്തു പറയണം. അപ്പോൾ പ്രീമിയർ ലീഗിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ഇംഗ്ലണ്ടിനെ എങ്ങനെ ഇവര് കോങ്കോ പിടിച്ച് ഹരി എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല, കാരണം ചെറിയ ടീമുകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പം ഇല്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന ടീമുകളെല്ലാം അവരുടെ ഒരു പ്രകടനം പുറത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രീ ക്വാർട്ടറിൽ ഒരു മത്സരവും ചെറുതായി കാണുന്നില്ല. അപ്പോൾ ഇന്നലെ തന്നെ ജർമ്മനി പരാഗ്വേ മത്സരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പം കേപ്പ് വെർദെ അർജന്റീന മത്സരം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ മെസ്സി ഉണ്ട്, അർജന്റീന നിലവിലെ ചാമ്പ്യന്മാരാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ആധിപത്യം അർജന്റീനയുടെ ഭാഗത്ത് ഉണ്ടാവും തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് കേപ്പ് വെർദേനെ എഴുതി തള്ളാൻ കഴിയില്ല. അവരും എന്തും ഏത് സമയം ചെയ്യാൻ പറ്റുന്ന ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ പ്രീ ക്വാർട്ടർ തൊട്ട് അങ്ങോട്ടെല്ലാം ഇപ്പം ആകെ മഹേഷ് പോലൂർ ഉൾപ്പെടെയുള്ള അർജന്റീന ഫാൻസിന്റെ പേടി ആ മന്ത്രവാദിനെ മാത്രമാണ്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ മന്ത്രവാദിയുടെ പൊടി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അറക്കപ്പൊടിയാണ്, അത്രയേ ഉള്ളൂ. അതൊരു വെറും പൊടി മാത്രമാണ്. അതൊരു പ്രശ്നമുള്ള കേസല്ല. മൈതാനത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സിയുടെ കാലിലേക്ക് അദ്ദേഹത്തിന്റെ ഗോളുകളില്ലാതെ നമ്മൾ പിന്നെ എന്ത് പൊടി നോക്കിയിരിക്കാനാണ്? ഞങ്ങൾ പൊടി മാറ്റിയ മത്സരം ഞങ്ങൾ കാണിക്കും. നമുക്കെന്ത് കേപ്പ് വെറുതെ വന്നിരിക്കുന്നത്. ഈ സീസണിൽ ആര് വന്നിട്ടും ഹരി കാര്യമില്ല. സാക്ഷാൽ ആഞ്ചലോട്ടി പോലും സെമിയിൽ എത്താതിരിക്കാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ? ഫ്രാൻസിനോട് തന്നെ പറയാനുള്ളത്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല. നോർവേ നല്ല ടീമാണ്. നമ്മൾ ഇപ്പോൾ നോർവേക്കെതിരെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരത്തിൽ ജപ്പാനെതിരായ മത്സരത്തിലെ രണ്ടാം പകുതി കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്, ചിലപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ. കാരണം ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ കാണാത്ത കളിയാണ് കഴിഞ്ഞ മത്സരത്തിൽ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആൻസിലോട്ടിയിൽ ഒരു കൂടുതൽ വിശ്വാസം ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. ഞാനത് ഉറപ്പിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആഞ്ചലോട്ടി വി ട്രസ്റ്റ് എന്ന് പറയില്ലേ, അതിൻ്റെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിന്റെ ഇടയിൽ നൈസായിട്ട് സ്പെയിൻ മുങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പൊ നാളെ സ്പെയിൻ ഇറങ്ങുന്നുണ്ട്. സ്പെയിനിന്റെ പ്രകടനം നമ്മൾ കണ്ടതാ. ഫസ്റ്റ് കളിയിൽ ആ കേപ്പ് വെർഡെക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു സമനില വഴങ്ങിയപ്പോൾ എത്രത്തോളം ട്രോളുകളാണ് സ്പെയിൻ നേരിടേണ്ടി വന്നത്. അതിനുശേഷം സ്പെയിൻ കൃത്യമായിട്ട് കളിയിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം കഴിഞ്ഞ ഉറുഗ്വേ ആയിട്ട് മല്ലയുദ്ധം കളിച്ചിട്ടാണ് സ്പെയിൻ വന്നത്. ഒരുപാട് കളിക്കാർ പരിക്കേറ്റ് ഇപ്പോഴും റെസ്റ്റിലാണ്, റിക്കവർ ചെയ്തോണ്ടിരിക്കുന്നത്. അത്തരത്തില് പക്ഷേ കേപ്പ് വെർദെ അല്ല, സൗദി അല്ല, മറ്റേ ഉറുഗ്വേ അല്ല, ഓസ്ട്രിയ ആണ് വരുന്നത്. ഓസ്ട്രിയ ആയിക്കോട്ടെ. ഓസ്ട്രിയ കഴിഞ്ഞാൽ നമുക്ക് പോർച്ചുഗൽ വരാനുണ്ട്, കഴിഞ്ഞ് ഫ്രാൻസ് വരാനുണ്ട്. ഇന്ന് രാവിലെ പറയാണ്, കഴിഞ്ഞ നാഷൻസ് ലീഗിലും യൂറോ കപ്പിലും ഫ്രാൻസിനെ അടിച്ചിട്ടാണ് സ്പെയിന് കപ്പടിച്ചത്. ഇന്ന് രാവിലെ ഷറഫുദ്ദീൻ പറഞ്ഞൊരു പ്രധാന ഒരു കാര്യം, ഇന്നത്തെ ഫോമില് ഫ്രാൻസിനെ പിടിച്ചു കെട്ടാൻ ഒരേ ഒരു ടീമിനെ യൂറോപ്പില് സാധിക്കുള്ളൂ. അതാരാന്ന് പറഞ്ഞത്? അത് സ്പെയിനാണെന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള നമ്മള് സ്റ്റാറ്റ്സ് നോക്കിയാൽ മതി. അല്ല, നമ്മള് ഇപ്പൊ മുന്നത്തെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എംബാപ്പേനെ സംഘത്തിനെ പിടിച്ചു കെട്ടാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബ്ലോക്ക് ടീമുകൾക്കെതിരെ കളിക്കാൻ സ്പെയിന് ചെറിയൊരു സ്ട്രഗിൾ ഉണ്ട്, അത് സത്യമാണ്. അത് തുടക്കം മുതലുണ്ട്. പക്ഷേ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ ഇത്തരം അറ്റാക്കിംഗ് ശൈലി കളിക്കുന്ന അല്ല ഈ കേപ്പ് വെർഡെക്കെതിരെയുള്ള സമനില മാറ്റി നിർത്താം. കാരണം നമ്മൾ അർജന്റീന തോറ്റിട്ടാണ് കപ്പെടുത്തത്, സൗദി അറേബ്യനോട് തോറ്റതിന് ശേഷമാണ് കപ്പെടുത്തത്. അപ്പൊ അതുകൊണ്ട് സ്പെയിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ടെൻഷന്റെ ആവശ്യമില്ല. സ്പെയിൻ പക്ഷെ ഓസ്ട്രിയ ഉണ്ടല്ലോ ഒരു തരം കൊത്തിപ്പറിക്കുന്ന കളിയാണ് അവരുടെ. കാരണം കളി കണ്ടിട്ടുണ്ടെങ്കിൽ സ്പെയിൻ എവിടം വരെ പോകുന്ന പ്രതീക്ഷിക്കുന്നു. സ്പെയിൻ കപ്പടിക്കാനാണല്ലോ വന്നത് 2010. അല്ല, അതിപ്പോ എല്ലാരും കപ്പടിക്കാനാണല്ലോ വരുന്നത്. അതിപ്പോ വെറുതെ വന്നെന്ന് വെച്ചാൽ തരില്ല. അതിന് ഞാൻ ഫൈറ്റ് പ്രതീക്ഷിക്കുന്നത് സെമിയിലാണ് കുറച്ചുകൂടി ടൈറ്റ് ഫൈറ്റ് വരാനുള്ളത്. അത് ഫ്രാൻസ് ആയിട്ടുള്ളത്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്പെയിന് ഫൈനൽ ഒരു വലിയൊരു ടാസ്ക് ആണ്. ഫ്രാൻസിനെ ഇവര് കീഴടക്കി കഴിഞ്ഞാൽ ഇവർക്ക് കപ്പ് നേടാൻ പറ്റും. അർജന്റീന കടന്നിട്ടോ അതെനിക്കറിയില്ല. ഫ്രാൻസിനെ കടക്കാൻ ഞാൻ കരുതുന്നു. ഫ്രാൻസിനെ കടക്കാൻ പറ്റിയാൽ സ്പെയിൻ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ആർക്കായിട്ട്. ഫ്രാൻസ് ഒരു വളരെ ഇപ്പൊ ഏറ്റവും മികച്ച ഫോമിലുള്ള കപ്പടിക്കാനുള്ള ഓട്ടത്തിൽ ഒന്നാം നമ്പർ ആര് എന്ന് ചോദിച്ചാൽ അത് അർജന്റീന. അത് ശരിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ ബ്രസീൽ ഫാനാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഫ്രാൻസും അർജന്റീനയുമാണ് ഈ ലോകകപ്പിലെ ഏറ്റവും അപകടകാരികളായ ടീമാണ്. ഇപ്പോൾ പേപ്പറിൽ ഫ്രാൻസ് അർജന്റീനയെക്കാൾ എത്രയോ മുന്നിലായിരിക്കും. പക്ഷേ അർജന്റീന ടീമിന് ഒരു കോർഡിനേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർ
ആ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സിക്ക് വേണ്ടി അവർ അതിമനോഹരമായി കളിക്കുന്നു. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഡീപ്പോൾഡായി പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത താരം എവിടെ വരുമെന്ന് അവർക്ക് അറിയാതെ. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ അവർക്കുണ്ട്. അപ്പം ബ്രസീലിന് ആ ഒരു കോർഡിനേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ അത് പോട്ടെ, നമ്മൾ ഈ വാർ റൂം തുടങ്ങിയത് 5ാമത്തെ 6ാമത്തെ എപ്പിസോഡാണ്. ഹരിഗോവിന്ദ് ഇത്ര പക്വമായി ഇത്രയും വളരെ നമ്മൾ ഫാൻ ഫൈറ്റ് ഒക്കെ നമ്മൾ നടത്തുമെങ്കിലും നമ്മൾ സത്യമായിട്ട് സമ്മതിക്കണം. ഇപ്പൊ നമുക്ക് ഇപ്പൊ മെസ്സിയോടോ അല്ലെങ്കിൽ അർജന്റീനയോടോ നമുക്ക് ഒരു പ്രശ്നമില്ല. സപ്പോർട്ട് നിനക്ക് കിട്ടൂല. എനിക്ക് സപ്പോർട്ട് വേണ്ട. കാരണം അതുപോലെയാണ് അർജന്റീന താരങ്ങളെ. ഇവിടെ അർജന്റീന തോറ്റു കഴിഞ്ഞാൽ ഹരി ഇവിടെ ഡാൻസ് കളിക്കില്ലേ? അല്ല, ഞങ്ങൾ ബ്രസീലിനെതിരെ ജപ്പാൻ ഗോൾ അടിച്ചപ്പോൾ ഡാൻസ് കളിച്ചില്ലേ? അത് ഞാൻ ജപ്പാൻകാരനാണെന്ന് നീ പറഞ്ഞു. അതെ, അപ്പൊ നിങ്ങൾ കളിക്കുമ്പോ നമ്മളും കളിക്കും. അത് ഫാൻ ഫൈറ്റ് ആണ്, അതായത് ടീമിനോടുള്ള പ്രശ്നം. അർജന്റീന ഫാൻസിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. ഓക്കെ, അതൊരു മിനിറ്റ്, ഒറ്റ കാര്യം കൂടെ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതോടൊപ്പം തന്നെ റിസ്വാൻ ഇല്ലാതെ പോയി. ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ചോദ്യം ഉണ്ട്. പോർച്ചുഗൽകാർ എന്താണ് നിങ്ങൾ എല്ലാവരും പറയാം, ഇത് പോർച്ചുഗലിന്റെ ഒരു റൊണാൾഡോയെ സംബന്ധിച്ചൊരു ഇനിയൊരു ഒരു അതെ. പക്ഷേ ആയിട്ടില്ല, ആ ഒരു മത്സരത്തിന് പ്രത്യേകതയുണ്ട്. അതായത് ഒരു വശത്ത് മോഡ്രിച്ച്, മറുവശത്ത് റൊണാൾഡോ. പുറത്തായാൽ ആര് പോവാണെങ്കിലും ഒരു ഇതിഹാസം പടിയിറങ്ങുന്ന ഒരു ദിവസമാണ്. അതൊരു വലിയൊരു കാര്യമാണ്. അത് നമുക്ക് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല അതിനെ കുറിച്ചിട്ട്. ഒരു ഇതിഹാസം മടങ്ങും വന്ന്, ആരെന്നുള്ളത് അറിയില്ല. പക്ഷെ അങ്ങനൊരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു ദിവസത്തിന്. മോഡ്രിച്ച് തന്നെ ആയിരിക്കും മടങ്ങുന്ന എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് തന്നെയാണ്. പോർച്ചുഗലിൽ നമ്മളിപ്പോൾ ക്രിസ്ത്യാനോനെ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനോക്ക് വേണമെങ്കിൽ ഇനിയൊരു കമ്പാക്കിന് അവസരമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിന് നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്, എതിരാളികളാണ്, യൂറോപ്പിലുള്ള ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ ഒരു ഗോളൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത, നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ഗോളൊക്കെ അടിച്ച് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എനിക്കും പോർച്ചുഗൽ തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അദ്ദേഹം പലതവണ ഫോം ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മിനിറ്റ് മതി തിരിച്ചു വരാൻ. അപ്പോൾ ക്രൊയേഷ്യ പോലൊരു ടീം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലുള്ള താരങ്ങൾ എല്ലാവർക്കും അത്യാവശ്യം പ്രായമായി. പുതിയ താരങ്ങൾ ഇപ്പോൾ ഗ്വാർഡിയോളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ താരങ്ങൾക്കൊരു പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. പോർച്ചുഗലിനെ സംബന്ധിച്ച് അവർക്ക് യുവനിരയുണ്ട്, ക്രിസ്ത്യാനോ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ടീമിനൊരു കോർഡിനേഷൻ വരാനുണ്ട് ഇപ്പോഴും. ആ ഒരു കോർഡിനേഷൻ വന്നു കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പോർച്ചുഗൽ ടീമിനെ ഭയാനകമായൊരു ടീമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ മത്സരത്തിലേക്ക് വന്നപ്പോൾ അവർ തുടക്കമൊക്കെ നിരാശപ്പെടുത്തി. ഉസ്ബെക്കിസ്ഥാനെതിരെ അവർ ജയിച്ചു. പിന്നെ കൊളംബിയക്കെതിരെ വന്നപ്പോൾ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നു. കൊളംബിയ അത്ര മോശം ടീമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ക്രൊയേഷ്യ ഈസിയായിട്ട് മറികടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പോർച്ചുഗലിനെ ഇപ്പം നമ്മൾ എപ്പോഴും തുടക്കം അത്ര മനോഹരമാക്കിയ ടീമുകളല്ല കപ്പടിച്ചേക്കുന്നത്. അപ്പോൾ പോർച്ചുഗൽ കപ്പടിക്കാനുള്ള സാധ്യതയും നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. ശരി, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന ദിവസത്തിന് പുലർച്ചെയാണ് ജൂലൈ 2 അല്ലേ? ജൂലൈ 2 വലിയൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് ലോകകപ്പ്. നമ്മൾ ബാർ റൂമിലിരുന്ന് പരസ്പരം നമ്മൾ ഫാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും താരങ്ങൾക്ക് വേണ്ടി നമ്മൾ വാദിക്കുമ്പോഴൊക്കെ 1994 ജൂലൈ 2 പൊലിഞ്ഞു പോയ ഒരു ചുവന്ന നക്ഷത്രം ആന്ദ്രേ എസ്കോബാറിനെ കൂടി നമ്മൾ ഓർക്കണം. ആന്ദ്രേ എസ്കോബാർ ധീരനായ താരമായിരുന്നു, കൊളംബിയയുടെ ഡിഫൻഡറായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കളിക്ക് അപ്പുറത്തുള്ള എന്താ പറയുക, മരണക്കളി അല്ലേ, മയക്കുമരുന്ന് ലോബിയുടെ മരണക്കളികൾ. അദ്ദേഹത്തെ വെടിവെച്ചിട്ടതിന് ശേഷം ഈ വെടിവെച്ച ആളുകൾ ഗോൾ 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 എന്ന് പറഞ്ഞ് അർത്ഥം തുടങ്ങി. നമ്മളിപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഗോൾ അടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പറയുന്ന സമയത്താണ് 6 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. 2ാം നമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത്. അപ്പം ആന്ദ്രേ എസ്കോബാറിനെ കൂടി ഓർക്കേണ്ടതുണ്ട്. നമ്മൾ കളിതമാശകൾ പറയുന്നതിനപ്പുറത്ത് ഫുട്ബോൾ മൈതാനത്ത് സെൽഫ് ഗോൾ അടിച്ചതിൻ്റെ പേരിൽ അങ്ങനെ രക്തം ചിന്തേണ്ടി വന്ന ഒരേ ഒരാളായി എസ്കോബാർ മാറി. ഇനി അത് ഇല്ലാതിരിക്കട്ടെ. അദ്ദേഹത്തോട് ഓർത്തുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. പക്ഷേ ഞങ്ങളെ വാർ റൂമിലെ ഫൈറ്റ് വരും ദിവസങ്ങളിലും തുടരും. നമുക്ക് ഇറങ്ങാമല്ലോ, ദിവസമുണ്ട്. സ്പെയിൻ ഇറങ്ങാൻ കിടക്കുന്നു, പോർച്ചുഗൽ ഇറങ്ങാൻ, ഫൈനലിൽ കാണാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.